ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:50 ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ വല്ല വിദേശ രാജ്യത്തേക്ക് വല്ലതും പോകാതിരിക്കുന്നല്ലേ. പക്ഷെ നിങ്ങൾക്ക് തമ്മയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അതെ, നമ്മളിപ്പോൾ പറശ്ശിനിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് ഒരു KSRTC ബസ്സിൽ പോവാം കേട്ടോ. ഈ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വിദേശ രാജ്യത്തും ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രം പോകുന്നതല്ലല്ലോ അല്ലേ. ചിലപ്പോൾ നമ്മൾ ദൂരെയൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ മറക്കും കേട്ടോ. പക്ഷേ നമ്മുടെ നാടിന് ചുറ്റും തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും യാത്രകളും ഒളിഞ്ഞു കിടക്കുമ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നത് തെറ്റല്ലേ. സോ അവയെ കണ്ടെത്തി അന്വേഷിക്കുന്നതും ഒരു യാത്ര തന്നെയാണ്. ആ യാത്രയിലും ഒരു നല്ല സന്തോഷമുണ്ട് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പല ഭാഗങ്ങളും കാണാം കേട്ടോ. കണ്ണൂരിൻ്റെ പഴയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണിത്. നിങ്ങളിൽ പലർക്കും ഈ കണ്ണൂർ ജയിലും പരിചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല സിനിമയിലും കണ്ണൂർ കാണിക്കുമ്പോൾ ഈ കണ്ണൂർ ജയിലും കാണിക്കാറുണ്ട്. പിന്നെ എന്തിനു പറയുന്നു, നമ്മുടെ ഗോവിന്ദച്ചാമി മതിൽ ചാടിയത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ണൂരിലെ പോലീസ് ഗ്രൗണ്ട് കേട്ടോ, പോലീസ് മൈതാനം. ഇവിടെയാണ് നമ്മുടെ ഓണം ഫെയറും സർക്കസ് കൂടാരും ഒക്കെ വരാറ്. ഇതാണ് നമ്മുടെ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ്, താപത്ര ബസ് സ്റ്റാൻഡ് എന്നും പറയും. ഇനി ഇവിടെ കുറച്ച് സമയം ബസ് നിർത്തിയിടും കേട്ടോ, ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട്. രാവിലെ ആയതുകൊണ്ട് അധികം ഷോപ്പൊന്നും തുറന്നിട്ടില്ല, എന്നാലും ചെറിയ എണ്ണക്കടിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതും പ്രൈവറ്റ് സ്റ്റാൻഡാണ്. ഇതിനിടയിൽ സൂര്യമെല്ലെ തലപൊക്കി വന്നു തുടങ്ങി കേട്ടോ. അതാരെങ്കിലും ശ്രദ്ധിച്ചോ? ഇങ്ങനെ ബസ്സിൻ്റെ ജനലിലൂടെ നോക്കുമ്പോൾ സൂര്യോദയം കാണുന്നത് നല്ല രസമല്ലേ. ആദ്യം നീല, പിന്നെ ഓറഞ്ച്, പിന്നെ ചുവപ്പ്. കൊള്ളാം, ആകാശം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സൂര്യോദയമൊക്കെ കാണുന്നത് ഒരു അത്യന്തം മനോഹരമായ അനുഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് യാത്ര തുടരാം. നഗരത്തിൻ്റെ തിരക്ക് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൂര്യൻ അങ്ങനെ ആകാശത്ത് ഉദിച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ യാത്ര ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ കേട്ടോ. എത്ര വർഷം എടുക്കുമെന്നറിയില്ല ഇനി ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചാല ബൈപ്പാസ് ജംഗ്ഷനാട്ടോ.
പതിയെ ബസ് ഇങ്ങനെ നഗരമൊക്കെ വിട്ടിട്ട് നമ്മുടെ വയനാട്ട് റൂട്ടിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. അപ്പം വയനാടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അല്ലേ? കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ വയനാട്. കുറേ പച്ചപ്പുള്ള കുന്നുകളും മഞ്ഞു മൂടിയ പ്രഭാതവും ശാന്തമായ പ്രകൃതിയും എല്ലാം കൂടി സൂപ്പറാണ്. വഴിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കുറേ ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും അങ്ങനെ പച്ച നിറത്തിൽ നീളുന്നൊരു യാത്ര. മൈക്ക് ഓണാണെന്ന് കരുതിയിട്ടോ ഞാൻ സംസാരിക്കുന്നത്. പിന്നെ മനസ്സിലായി പറഞ്ഞൊന്നും റെക്കോർഡായിട്ടില്ല. ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ റോഡിൻ്റെ ഇരുവശത്ത് ഇങ്ങനെ ഉയർന്ന മരങ്ങളും ചുറ്റും നിറഞ്ഞ പച്ചപ്പും നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതിൻ്റെ ഇടയിലിടയിൽ ചെറിയ ചെറിയ കിളികളുടെ ശബ്ദങ്ങളും എല്ലാം കൂടി പൊളിയല്ലേ. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പീടിക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടവും. ഈ കാടും കടലും എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടം കാട്ടിൽ പോകാൻ വേണ്ടിയിട്ടും കടൽ കാണാൻ വേണ്ടിയിട്ടും. നിങ്ങൾക്കോ? നമ്മൾ പതിയെ ചുരം കയറി തുടങ്ങി കേട്ടോ. കോട ഇറങ്ങിയിട്ടുണ്ട്. ഉഫ്, നല്ല തണുപ്പ്. നിങ്ങൾ പോയിട്ടുണ്ടോ വയനാട്ടിലേക്ക്? ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ വയനാട്ടിലേക്കാണ്. പക്ഷേ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തനിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്, അതും നമ്മുടെ KSRTCയിൽ. അതുകൊണ്ട് ഈ യാത്ര എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പുറത്ത് നല്ല മഞ്ഞാട്ടോ. സ്വെറ്റർ ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് വലിയ തണുപ്പറിയുന്നില്ല. എന്നാലും ഈ സമയത്ത് ഇത്രയും തണുപ്പുണ്ടാകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പം ഏകദേശം സമയം ഒരു 8:30 ആയി കാണും. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ നിമിഷവും കൂടുതൽ വ്യക്തമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്. നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളിത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബോയ്സ് ടൗണിലോട്ടാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലോട്ടേക്ക് വരാൻ പ്രധാനമായിട്ടും നമുക്ക് 2 ചുരമായിട്ടും ഉള്ളത്. ഒന്ന് നെടുമ്പോയി ചുരം, മറ്റൊന്ന് നമ്മുടെ പാൽച്ചുരം ചുരം. നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നെടുമ്പയിലൂടെയാട്ടോ. അപ്പം ഈ പാൽച്ചുരത്തിലൂടെ വന്നാലും നെടുമ്പയിലൂടെ വന്നാലും നമ്മൾ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ബോയ്സ് ടൗൺ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ആട്ടോ, പാരസെറ്റ് പ്ലാന്റേഷൻ.
അങ്ങനെ കാടും മലയൊക്കെ കടന്ന് നമ്മൾ അവസാനം ബത്തേരിയിലെത്തി കേട്ടോ. ഏകദേശം പുലർച്ചെ 4:50 തുടങ്ങിയ യാത്ര 5 മണിക്കൂർ 30 മിനിറ്റ് എടുത്താണ് ഇവിടെ എത്തിയത്. ബസ്സിൽ വന്നുകൊണ്ടാട്ടോ ഇത്രയും ടൈം എടുത്തത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വരാനാണെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കണം കേട്ടോ. ചില യാത്രകളിൽ ഡെസ്റ്റിനേഷനേക്കാൾ വളരെ മനോഹരം നമ്മൾക്ക് യാത്രയിലുടനീളം കിട്ടുന്ന പല കാഴ്ചകളായിരിക്കും. അപ്പം നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.